ആ രായൻ്റെ വണ്ടിയല്ലേ? ചുമല വണ്ടി. എന്തിനാ? സാറേ, റൊണാൾഡിന്റെ കൂട്ടുകാരനെ കണ്ടെത്തി. കണ്ടിട്ടിയാ? കണ്ടിട്ടി. പുള്ളി പലിശയും മുതലും തന്നു. ആ പിന്നെ എനിക്ക് ഈ പലിശയുടെ പരിപാടി ഞാൻ നിർത്തിയോണ്ട് യവന് അതായത് റൊണാൾഡിന് ആ പലിശ അങ്ങ് കൊടുക്കാന്ന് വിചാരിച്ചു. മുതൽ മാത്രം മതിയാ? മുതൽ മാത്രം എനിക്ക് മതി. പലിശ അവന്റെ ഇപ്പോഴത്തെ അവസ്ഥയും കാര്യങ്ങളും കണ്ട് എനിക്ക് പുള്ളിക്ക് പലിശ ഒരു പ്രശ്നമുണ്ട്. ഒന്നും അറിയില്ല, തിരിച്ചറിയാൻ പറ്റില്ല. നമ്മളെ ആരും നിങ്ങളെ ആരും തിരിച്ചറിഞ്ഞൂടാ. അപ്പൊ ഈ പൈസ ഇട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കണ്ടല്ലേ കൊച്ചുങ്ങളെ പോലെ ഇരിക്കുന്നത്. ഈ പലിശ കിട്ടിയ പൈസ നിങ്ങൾ തിരിച്ച മറ്റേ പുള്ളിയിൽ തന്നെ കൊടുത്താൽ അപ്പൊ അങ്ങനെ മതിയല്ലോ. അല്ല, ഈ പരിപാടി ഞാൻ നിർത്തി. പലിശ പരിപാടി ഇനി ഇല്ല. അതാണ് പണ്ടേ നിർത്തി. സാറന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ നിർത്തിയത്. എനിക്കറിയാം. അപ്പൊ പിന്നെ സാറേ ശരി. ഓ പിന്നെ അങ്ങനെ ആവട്ടെ. പിന്നെ എങ്ങനാ പോട്ടാ? അറിയില്ല. ശരി. അയ്യോ, ആ പൈസ പോയെന്ന് എഴുതി തള്ളുക. അയ്യോ അതെന്താ? പോണം. ഹലോ ഡായണ്ണ, ഞാനാ റൊണാൾഡ്. അണ്ണ ഇപ്പൊ കാണാൻ വന്നില്ലേ? റൊണാൾഡ് തുടങ്ങാവള. അസുഖം അണ്ണാ, ഈ അസുഖം എന്ന് പറയുന്നത് അണ്ണൻ പൈസ തന്നവന് ഞാൻ കുറെ വിളിച്ചു നോക്കി, അവന് കൊടുക്കുന്നില്ല. അങ്ങനെ ഞാനതുകൊണ്ട് എടുക്കാനേ. എനിക്കറിയാം അണ്ണൻ തിരക്കി വരുമെന്ന്. ഞാൻ ആ പേടിയിൽ വെറുതെ ഉണ്ടാക്കിയ ഒരു കള്ള അസുഖമായി, തേങ്ങ തലയെ വീണെന്നൊക്കെ പറഞ്ഞിട്ടേ എനിക്കൊരു കുഴപ്പമില്ല. അണ്ണൻ എന്തായാലും മുതൽ കിട്ടിയല്ലോ. പിന്നെ എനിക്ക് പലിശ തരാന്ന് പറഞ്ഞില്ലേ, ആ പൈസ എനിക്ക് വേണം അണ്ണാ. ഞാൻ ഇവിടെ ഉണ്ട്. ഞാൻ നാളെ വീട്ടിലോട്ട് വരാം. ഇപ്പൊ വരൂ? ശരിയണ്ണ, ശരി, അതെനിക്ക് തരണ. ശരിയണ്ണ. രായനല്ലേ നീ വിളിച്ചത്? പൈസ തരാനല്ല, നിന്നെ കൊണ്ടുപോകാനായിട്ട്. കുറച്ചു മുമ്പ് രാജൻ വന്നത് ഞാൻ പറഞ്ഞിട്ട്. ഞങ്ങൾ കളിച്ചിട്ട് പണിയാ. മര്യാദക്ക് ഇപ്പൊ അവന്റെ കൂടെ പോയിട്ട് നിന്റെ കൂട്ടുകാരനെ കണ്ടെത്തി ആ പൈസ മേടിച്ചു കൊടുക്കുക. എടാ, ഒരു നമ്പര് 2 കൊല്ലത്തിൽ ഒരിക്കല്, അല്ലെങ്കിൽ 1 കൊല്ലത്തിൽ ഒരു പ്രാവശ്യം. മാസാമാസം ഇറക്കരുത്. ഈ അടുത്ത ദിവസം പറഞ്ഞ ഇറക്കിയല്ലായിരുന്നു ഇതുപോലെ പുള്ളി അടിച്ചത്. എനിക്കിത് അപ്പോഴേ മനസ്സിലായിരുന്നു നിന്റെ ഉടായ്പാണെന്നുണ്ട്. പിന്നെ വീട്ടുകാരെ ബോധ്യപ്പെടുത്തണമല്ലോ. ഇറങ്ങടാ, വണ്ടി പോരും. രായന, ബ്ലേഡ് രായൻ.